എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിയെ തന്നെയാണ്. സംഭവം രേണു സുധിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ട ഈ ഒരു വീഡിയോ എന്താണെന്ന് പറയാം. ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കാം ഇതിനു മുമ്പ്. അതായത് അമൃത നായരാണ്. നമുക്ക് മലയാളം സീരിയൽ കാണുന്ന എല്ലാവർക്കും അമൃത നായരെ അറിയാം എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് സീരിയലുകളിൽ ഈ ഒരു പുള്ളിക്കാരത്തി അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ട ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ഗീതാ ഗോവിന്ദമായിരുന്നു. അതിനുശേഷം എനിക്കറിയില്ല, ഞാൻ സ്ഥിരമായിട്ട് ഒരുപാട് സീരിയലുകളൊന്നും കാണുന്ന ആളല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിയുടെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു വീട് വെച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു വിശേഷം. അപ്പോൾ ഇവിടെ പലരും ചോദിക്കും, ആളുകളൊക്കെ വീട് വെക്കുന്നത് സാധാരണയല്ലേ, ഒരു സെലിബ്രിറ്റി വീട് വെച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇതേക്കുറിച്ചിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നും അല്ല. നമുക്കറിയാം, ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്. സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണ്, അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഒരു വീട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ ആരെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. പിന്നെ ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഒരു അമ്മയുണ്ട്. അമ്മയെ കൊണ്ട് എന്ത് പറ്റും? ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടി തന്നെയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പഴയകാല ഇന്റർവ്യൂകളിൽ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് സീരിയൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കുട്ടിക്ക് മാറി ഉടുക്കാനായിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അതായത് ഓരോ സീൻ കഴിയും തോറും അടുത്ത സീനിന് വേണ്ടിയിട്ട് ഡ്രസ്സ്, കോസ്റ്റ്യൂംസ് മൊത്തം മാറേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് മാറി ധരിച്ച് വരാനായിട്ട് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡ്രസ്സ് മാറേണ്ട സമയം വരുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സങ്കടമാണ്. പുള്ളിക്കാരത്തി ഇരുന്ന് കരഞ്ഞു പോയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് അടുത്ത സീനിന് വേണ്ടിയിട്ട് ചെല്ലാൻ പറയുമ്പോൾ ഇവർക്ക് ധരിക്കാൻ ഇവരുടെ കയ്യിൽ വസ്ത്രമില്ല. അങ്ങനെ ഒരുപാട് കരയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഡ്രസ്സിന് യാതൊരുവിധ ക്ഷാമവുമില്ല. ഒരുപാട് ആളുകൾ, ആരാധകരൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ അയച്ചു തരും. ആ അയച്ചു തന്നതിൽ ഇന്നേ വരെ ഒരു തവണ പോലും ധരിക്കാൻ പറ്റിയിട്ടില്ലാത്ത വസ്ത്രങ്ങൾ ഒരുപാട് എടുക്കാതെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് എന്ന് വരെ അമൃത പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു പുള്ളിക്കാരത്തിയുടെ സങ്കടം കണ്ടിട്ട് ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വസ്ത്രം കൊടുത്ത് ഹെൽപ്പ് ചെയ്ത ഒരു നടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നടിയുടെ പേര് പ്രതീക്ഷയാണ് അങ്ങനെ വസ്ത്രം കൊടുത്ത് സഹായിച്ചിട്ടുള്ളത് എന്നാണ് അമൃത പറഞ്ഞ് ഞാൻ കണ്ടൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ. പിന്നീട് അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഈ ഒരു വസ്ത്രത്തിന്റെ ആവശ്യം വരുമ്പോൾ കൂട്ടുകാരികൾ പോലും തന്നിട്ടില്ല. പല കൂട്ടുകാരുടെ അടുത്തും വസ്ത്രം ചോദിച്ചിട്ട് അവരാരും തന്നിട്ടില്ല. പിന്നീട് സീരിയൽ നടി പ്രതീക്ഷ തന്നെയാണ് പലപ്പോഴും വസ്ത്രം കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അമൃത ഇട്ട ആ ഒരു വീഡിയോ ഞാൻ പല തവണ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അമൃത നായരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ജാട ഇല്ലാത്തൊരു വ്യക്തിയാണ് അമൃത നായർ. അപ്പോൾ ഒരു തരത്തിലുള്ള ജാടയോ ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അമൃത നായർ. ഇപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുമായിട്ട് വളരെ സ്നേഹത്തിലാണ്. അപ്പോൾ ഇവരുടെ നാട്ടിൻ പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരെ ചാനലിൽ ഉൾക്കൊള്ളിച്ച് ഇവർ ചെയ്യാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീടിനുള്ളിൽ ഒരു സാധാരണക്കാരി നിൽക്കുന്ന കോലം എങ്ങനെയാണോ, കോലം എന്ന് പറഞ്ഞത് ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യാനോ മറ്റൊരു തരത്തിലും അല്ല. നമ്മളൊക്കെ ശരിക്കും എപ്പോഴും ഇതുപോലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടൊന്നും ആയിരിക്കത്തില്ല വീട്ടിൽ നിൽക്കുന്നത്. നമ്മൾ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ വസ്ത്രത്തിൽ കരിയായാലും പൊടിയായാലും ഒക്കെ എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് അല്ലാതെ വീടിനകത്തിരുന്ന് ഒട്ടും പൊടിയൊന്നും ദേഹത്ത് പറ്റാതെ ആ ഒരു രീതിയിൽ പോകുന്ന ആളുകളും ഉണ്ട്. ഇല്ല എന്നല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻ പുറത്തെ ആളുകളുടെ കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ അമൃത നായരുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും കാണാൻ സാധിക്കും അമൃത നായരുടെ പഴയ വീഡിയോസുകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഒരു വീട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ സന്തോഷവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ സ്വന്തം പ്രയത്നത്തിലാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പുള്ളി തന്നെ പറയുന്നത് കേട്ടിട്ട് വരാം. ഒറ്റയ്ക്ക് എന്റെ അമ്മയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് സേവിങ്സ് എന്റേത് മാത്രം. അങ്ങനെയാണ് നമ്മളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ നമ്മുടെ പണ്ടത്തെ ഒരു ചെറിയ കുട്ടി വീടുണ്ടായിരുന്നു, അത് മാറ്റി ഇവിടെ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ഞാൻ വെറുതെ അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്. അപ്പോൾ അങ്ങനെ ഒരു വീട് വെക്കാനായിട്ട് സാധിച്ചതിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അമൃത പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ വസ്തുവാണ് കേട്ടോ. അമ്മയുടെ പേരിലുള്ള
കുടുംബ വസ്തുവാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ വീടുണ്ടായിരുന്നു എന്ന് അമൃത പറയുന്നുണ്ട്. ആ ഒരു വീട് മാറ്റിയിട്ടാണ് ഇത്തരത്തിലൊരു വലിയ വീട് വെച്ചത്. എന്നാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള വീടും സംഭവങ്ങളൊന്നും അല്ല. എന്നാൽ പോലും ഒരു 3 മുറിയും അതുപോലെ ഹാളും ചെറിയൊരു കിച്ചണൊക്കെ ഉള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. പിന്നീടെന്ന് വെച്ചാൽ ഈ ഒരു വസ്തു കുറച്ച് നീളത്തിനാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വീട് വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താണ് ഈ വീട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. എത്ര റൂം ഉണ്ട് ഇതില്? ഇത് 3 ബെഡ്റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരു ചെറിയൊരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ. സൂപ്പർ. പിന്നെ നമുക്ക് ഒരു കാർ ഷെഡ് പോലെ കെട്ടിയിട്ടില്ല, അതും ചെയ്യണം. ഇനി പണിയുണ്ട്, കുറച്ചുകൂടി ബാലൻസ് പണിയുണ്ട്. ഇതിപ്പോ ആഗ്രഹത്തിന്റെ മുകളിൽ വെച്ചാറില്ലേ? അപ്പൊ നമ്മൾ ഇനി പറഞ്ഞ പോലെ എറണാകുളത്ത് ഒരു വീട് വെക്കുവോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കുവോ? എറണാകുളത്തൊന്നുമില്ല, എനിക്ക് ട്രിവാൻഡ്രത്തിന് എപ്പോഴെങ്കിലും. അപ്പൊ നമ്മൾ ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്നുണ്ട്. ഇനി എന്റെ ബ്രദർ ഉണ്ടല്ലോ, അവന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആകാം. പക്ഷെ അവൻ വരാത്തില്ല, അവൻ ജർമ്മനിയിലാണ്, അവൻ വന്നിട്ടില്ല. അവന് വേണ്ടി ഇനി ട്രിവാൻഡ്രത്ത് ദൈവം നമുക്ക് അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കട്ടെ. അപ്പോൾ ഇവിടെ അമൃത പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, കാരണം സഹോദരന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അത് സാധിക്കട്ടെ എന്നാണ് അമൃത പറയുന്നത്. പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയാണ് പറയുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹമാണ്. ആഗ്രഹം, നമ്മളൊരു കാര്യം മനസ്സിൽ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും നടന്നിരിക്കും. ചിലപ്പോൾ സമയം ഒരുപാട് എടുത്തുനിന്നിരിക്കും, പക്ഷേ അത് സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ പരിശ്രമിക്കുക കൂടി ചെയ്യണം. പിന്നീട് നമ്മുടെ അമൃത പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീടിന് എത്ര രൂപയായി എന്നൊക്കെ നമ്മുടെ പയ്യന്മാർ ചോദിക്കുന്നുണ്ട്. 50 ലക്ഷമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുത്തതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. 1200 സ്ക്വയർ ഫീറ്റ്, ഒരു 50 ലക്ഷം രൂപയ്ക്കാണ് ഒരിക്കലും ഇല്ല. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടൊന്നും ഞാൻ ഒരിക്കലും വെക്കത്തില്ല. 25-30 തീർച്ചയായിട്ടും ആ ഒരു ബഡ്ജറ്റ് തോന്നുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്, നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു വീട് മതിയല്ലോ. ഈ പ്ലാൻ ഒന്ന് തരണേ, എന്തിനാ വീട് വയ്ക്കാൻ. തീർച്ചയായിട്ടും 1200 സ്ക്വയർ ഫീറ്റ്, ഒരു 50 ലക്ഷം രൂപയ്ക്കാണ്. അമൃത പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ 50-60 ലക്ഷം രൂപയുടെ ഒന്നും വീടിന്റെ ഒരു ആവശ്യമില്ല സത്യം പറയുകയാണെങ്കിൽ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും 1-2 കുട്ടികളും, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് മാത്രം ആവശ്യമുള്ളൂ. കാശുണ്ടാവുന്ന സമയത്ത് പലരും കൊട്ടാരം പോലത്തെ വീട് വെച്ചുണ്ടാക്കും. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിച്ചു വാരാൻ ആളില്ല, തൂക്കാൻ ആളില്ല, തുടയ്ക്കാൻ ആളില്ല. പിന്നീട് വീട് ഒരു ബാധ്യതയായിട്ട് പലരും ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും വലിയ വീട് വെക്കുന്നത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. വീടിനെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വെച്ചൊരു വീടാണെന്നാണ് പറയുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്, നല്ലൊരു വീട് തന്നെയാണിത്. പിന്നീട് നമ്മുടെ അമൃത പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വരാം. കാർ അങ്ങനെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ വീട് നമുക്ക് അത്യാവശ്യമാണ്. ദൈവം എനിക്കിത് രണ്ടും തന്നു. എന്തോ കാർ അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് ഇത് കുറച്ച് ദൂരെയാണ്. ഇത് എത്ര കാലത്തെ ആഗ്രഹം? ഇത് വളരെ ചെറിയ നാൾ മുതലേ ആഗ്രഹം കൊണ്ടുവച്ചൊരു വീടാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. സെറ്റിലായോ? സെറ്റിൽഡ് ആയിരുന്നോ? സെറ്റിൽഡ് ആയെന്ന് ചോദിച്ചാൽ ഒരു ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയെന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഒരു വീട് വെച്ച് താമസിക്കാന്നുണ്ട് ലൈഫിൽ എല്ലാവരുടെ ആഗ്രഹം. കാർ അങ്ങനെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയത്തില്ല. ശരിയാണ്, അമൃത പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. ശരിക്കും കാറല്ല ആവശ്യം, ഒരു വ്യക്തിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വീട് തന്നെയാണ്. കാർ എന്ന് പറയുന്ന സാധനത്തിന് ആവശ്യമില്ലെന്നല്ല പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് വീട് തന്നെയാണ്. കാറ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് മാത്രമേ വരുന്നുള്ളൂ. വീടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ. 1 മാസമോ 2 മാസമോ വാടക കാശ് മുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹൗസ് ഓണറുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ചാട്ടവും തുള്ളലും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ കിടക്കുന്നതിൽ പരം അന്തസ് വേറെ ഒന്നിനുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വീട് നമ്മുടെ അമൃതയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വീടും കാര്യങ്ങളൊക്കെ ആയില്ലേ, ഇനി വിവാഹത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അമൃത പറയുന്ന മറുപടി കേൾക്കാം. എനിക്കിത് വളരെ രസകരമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് അറിയില്ല. എന്തായാലും കേട്ടിട്ട് വരാം. കല്യാണം കഴിച്ച് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അമൃത പറയുന്നു പേടിയുണ്ടെന്ന് കല്യാണം കഴിക്കാൻ. അമൃത നേരത്തെ അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട് വെച്ചല്ലോ, അപ്പൊ ഇനി അടുത്ത കല്യാണമല്ലേ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അമൃത പറയുന്നു വീട് വെക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കയ്യിൽ കാശുള്ളതുകൊണ്ട് വീട് വെച്ചു. അതുപോലെ പെട്ടെന്ന് കല്യാണം പറ്റില്ലല്ലോ. ചേട്ടാ പുള്ളിക്കാരി പയ്യനെ കിട്ടണം അല്ലേ, നോട്ടമാണെങ്കിൽ പുള്ളിക്കാരി പറയുന്നത് കല്യാണം കഴിക്കാൻ പേടിയാണെന്ന്. ചേട്ടാ പേടിക്കണോ? ചേട്ടൻ എന്താ പറയുന്നത്? അത് ഞാനല്ലോ പറയണ്ടേ, എന്റെ ഭാര്യയാണ് പറയുന്നത്. കല്യാണം കഴിച്ച് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അമൃത അപ്പോൾ എന്തായാലും
വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. വളരെയധികം നന്നായി ഒരു പെൺകുട്ടിയുടെ പ്രയത്നം കൊണ്ടിട്ട് 30 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, നമുക്ക് അമൃത നായരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ അമൃത നായരൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് പോയി ശരീരഭാഗം കാണിച്ച് കാശുണ്ടാക്കുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം മോഡേൺ ആണ് ആള് എന്നല്ലാതെ പലരും ചെയ്യുന്ന കണക്കുള്ള പുത്സിതങ്ങളൊന്നും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. പലരും ഉദ്ഘാടനങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്പവസ്ത്രം മാത്രം ധരിച്ച് പോയി ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അമൃതയൊക്കെ വളരെ പൊള്ളിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് രേണു സുധിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. ശരിക്കും എനിക്കിവിടെ പറയേണ്ടത് രേണുവിൻ്റെ അടുത്താണ്. ഈ അമൃത നായർ എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയാണ്. 26-27 വയസ്സൊക്കെ അതിനകത്തുള്ള പ്രായമൊക്കെ ഉള്ളൂ. സമയം രേണു സുധിയുടെ കാര്യം പറയുകയാണെങ്കിൽ, രേണു സുധിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, കാശ് വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്, വരുന്ന കാശൊക്കെ. പക്ഷേ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ശരിയാണ്, ഇവർക്ക് വീടുണ്ട്, എല്ലാം ഉണ്ട്. മറ്റുള്ളവർ വച്ച് തന്ന വീടിനുള്ളിൽ കിടക്കുന്നതിനേക്കാളും അന്തസ് സ്വന്തമായിട്ട് ഒരു കുഞ്ഞൊരു മാടമെങ്കിലും കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഇന്ന് വാ പോ എന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ, പട്ടിയെ ആട്ടുന്ന കണക്ക് രേണുവിനെ മറ്റുള്ളവർ ആട്ടുന്നുണ്ടെങ്കിൽ അത് രേണുവിന്റെ നാവിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പോലും സ്വന്തമായിട്ട് 2 സെന്റ് മണ്ണ് മേടിച്ച് അതിലൊരു കുഞ്ഞൊരു മാടം കെട്ടിക്കിടക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താമസിക്കുന്ന നിങ്ങൾ എന്ത് ഗോഷ്ടി കാണിച്ചാലും എന്ത് കോപ്രായം കാണിച്ചാലും ഇന്ന് വിമർശിക്കുന്നത് പോലെ മറ്റുള്ളവർ ഇത്രയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ വിമർശിക്കാനായിട്ട് നിൽക്കില്ല. കാരണം ഇന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ വീട്ടിൽ നിന്നും പോടി വാടി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസ്തു തന്ന ആളെ നിങ്ങൾ അധിക്ഷേപിച്ചത് കൊണ്ട് തന്നെയാണ്. എന്നാൽ പോലും ഇന്നുള്ള ഈ ഒരു തിരക്ക് നിങ്ങൾക്ക് എന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ആർട്ടിസ്റ്റും കുറച്ച് കഴിയുമ്പോൾ ഫീൽഡ് ഔട്ട് ആവുന്നത് സർവ്വസാധാരണമാണ്. നമ്മൾ അങ്ങനെ പലരെയും കണ്ടിട്ടുള്ളതുമാണ്. രേണു സുധിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതുപോലൊരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പായിട്ട് കിട്ടുന്ന പൈസ മുഴുവനും സൗന്ദര്യം കൂട്ടാനായിട്ടും അടിച്ചു പൊളിച്ച് നടക്കാനായിട്ടും ചിലവാക്കി കളയാതെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതുവഴി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ജീവിക്കാം. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി കഴിയുമ്പോൾ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല. ഒരു പട്ടിക്കുഞ്ഞ് പോലും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ കരുതി വെക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അമൃത നായരെ കണ്ട് നിങ്ങളൊന്ന് പഠിക്കുക, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും